ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് മാർച്ച് 30 സനയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് ഐഫോൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുസാറ്റിലുള്ള ക്രോമയിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ ക്രോമയിൽ പോയിട്ട് ഫോൺ മേടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ കാർത്തി ആച്ചിയൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ആച്ചി വന്നിട്ടുണ്ട്, ആച്ചിയുടെ കാറിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് സനേനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ക്രോമയിൽ പോയി ഫോൺ മേടിക്കാൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്ലാനുകളുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. അത് നോക്കൂ, നമ്മുടെ വണ്ടി കാർത്തിയും ആച്ചിയും അവിടെ ഉണ്ട്. ആക്ഷൻ ഗായ്സ്. അപ്പോൾ സന വന്നു. ഇതെൻ്റെ സെക്കൻഡ് ഐഫോണാണ്. അപ്പോൾ ഇത് ഇച്ചിരി സ്പെഷ്യലാണ്. ഞാൻ ഫസ്റ്റ് ടൈം സ്വന്തം ഏൺ ചെയ്ത എമൗണ്ട് കൊണ്ട് മേടിക്കുന്നത് ഒബ്വിയസ്ലി സ്പെഷ്യലായിരിക്കും. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഐഫോൺ നോക്കുമ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ. കാരണം ഫസ്റ്റ് ഐഫോണ് എനിക്ക് മമ്മ ഗിഫ്റ്റ് ചെയ്തതാണ്. അത് പുള്ളിക്കാരത്തേക്ക് ഫോൺ മേടിക്കാൻ പോയിട്ട് അവിടെ നിന്ന് എനിക്ക് ലൈക്ക് 5 അല്ലെങ്കിൽ 6 അങ്ങനെ എന്തോ ആയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങനെ ഞാൻ പറഞ്ഞില്ല വേണമെന്ന്, പക്ഷേ എന്നാലും ആ ഒരു ആഗ്രഹം പുള്ളിക്കാരൻ മനസ്സിലാക്കി. എന്നിട്ട് ഫോൺ മേടിക്കാൻ പോയിട്ട് എനിക്ക് മേടിച്ചു തന്നു. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഫസ്റ്റ് ഐഫോൺ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇങ്ങനത്തെ സാക്രിഫൈസസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഫാദേഴ്സ് ചെയ്യാം. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് മദറായിരുന്നു. ആൻഡ് എൻ്റെ ഫസ്റ്റ് ഐഫോൺ എപ്പോഴും മോസ്റ്റ് മെമ്മറബിൾ മോസ്റ്റ് ചെറിഷ് പേഴ്സണിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഗിഫ്റ്റാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ സ്വയമായിട്ട് മേടിക്കുമ്പോൾ അതിനൊരു ഡിഫറെൻറ്റ് ഫീലാണ്. അതാണ് എൻ്റെ ഐഫോൺ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സനയുടെ ഫിനാൻസ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ കിട്ടിയിരിക്കുകയാണ്. തുറക്കുമ്പോൾ പച്ച കളർ തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. സ്ലോ മോഷനാണ്. അത് പൊളിക്കുക, അതിൻ്റെ സ്ക്രീൻ സാധനം. ആ ഓണാക്കാമോ? ഓണാക്കിക്കോ, ഞെക്കിക്കോ. അപ്പോൾ ആ സാധനം സൈൻ വരും. തിരിച്ചു കാണിക്ക്. ഫോട്ടോ എടുക്കാം. ഗായ്സ്, ഇതാണ് നമ്മൾ മേടിച്ച കേസ് വിത്ത് ഗ്ലാസ്. ഫ്രണ്ടിലും ഗ്ലാസ് വരും, നമ്മുടെ ക്യാമറയ്ക്കും ഗ്ലാസ് വരും. അങ്ങനെ സനയുടെ കയ്യിൽ ഫോൺ കിട്ടിയിരിക്കുകയാണ്. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് KRL എത്തിയിരിക്കുകയാണ്. ഇക്കൽ നമ്മുടെ പാലാരിവട്ടത്തുള്ള സനേനെ നടുക്കാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സൂരജ് ഏട്ടനും ആരാ വരാനുള്ള, ജോവാക്കറും വരാനുണ്ട്. വരും. അതെ. അപ്പോൾ സന കേക്ക് മുറിക്കാൻ പോകണം. നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ജോവാക്കർ എത്തിയിട്ടുണ്ട്. ആച്ചി അവിടെ പോയി നിൽക്കും. എന്നിട്ട് കാർത്തി, സൂരജ്. ഇതിന് പ്രായം പറഞ്ഞത് സാധാരണ കൊച്ചിനെ വിഷയ വലിക്ക്. അതാണ് സ്വന്തം ഉള്ളൂ. അയ്യോ, പുള്ളിക്കാരി പെട്ടെന്നാവും. നമുക്ക് കാര്യം അവർക്ക്
റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സനയുടെ ആക്ടിങ് ആണ്. സനയുടെ കിടിലൻ അഭിനയം ഇപ്പോൾ കാണാം. കാർത്തിയുടെ മുഖത്തൊരു സിനിമ കിടിലൻ സാധനം ഇപ്പോൾ കാണാം. അത് നമ്മൾ വെച്ച് നോക്കണേ. ആ ആ രഞ്ജിത്തിൻ്റെ വീട് കയറി താമസത്തിനെത്തിയിരിക്കുകയാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. എല്ലാവരും ഉണ്ട്. മുകളിൽ ഹോം തിയേറ്ററൊക്കെ ഉണ്ട്. ഡോമാരി ഹോം തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഞങ്ങള് മൂന്നാമതെത്തിയിരിക്കുകയാണ്. നീ ഇവിടേക്ക് കിടക്കില്ല, ഇങ്ങോട്ട് കിടക്കാം. അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, കുളിക്കാനുള്ള വീടേ ഉള്ളു. എന്താ പോയത്? ഇപ്പോൾ പറക്കാട്ട് നേച്ചർ റിസോർട്ട്സിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എല്ലാം കുടിച്ച് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ പറക്കാട്ടിൽ റൂം നമ്പർ 100. ഞങ്ങൾ 11 പേര് ഇന്നലെ ഇവിടെയാണ് താമസിച്ചത്. കണ്ടോ, ഇതാണ് റൂം നമ്പർ 100. ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോൾ കണ്ടോ, ഇതിങ്ങനെ ഉള്ളൊരു ചെറിയ റൂം. പിന്നെ ഇവിടെ ഒരു ബാത്റൂം, പിന്നെ ഇവിടെ ചെറിയൊരു ഹാള് പോലെ. അത് കഴിഞ്ഞ് അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പൂളുണ്ട്. പിന്നെ അത് അവിടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ബാത്റൂം. ഇവിടെ അതാ ഒരു റൂം. പിന്നെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇവിടെ അടുത്ത ബാത്റൂം. കണ്ടോ, എല്ലാ ബാത്റൂമിലും ആളാണ്. ഇതാണ് മെയിൻ ഇവിടുത്തെ ഒരിത്. പൂളുണ്ട്. നമ്മൾ താമസിച്ച കോട്ടേജ് അതാണ്. റൂം നമ്പർ 100. ചൊട്ടകുണ്ണി വരുന്നുണ്ട്. പിന്നെ എല്ലാവരും ഞങ്ങളിപ്പോൾ ശബരിമല കാരണം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് റിസോർട്ട് പറക്കാട്ട് നേച്ചർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്. അപ്പോൾ ഇവിടുന്ന് വണ്ടി കയറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടക്കാണ്. കേട്ടോ, മുകളിലെത്തണം.